70 സംവത്സരം നീണ്ട ദാമ്പത്യത്തിന്റെ മാധുര്യമൂറും ഓർമ്മകളുമായി നമ്പഴിക്കാട് ചിറമൽ ലോനപ്പനും കൊച്ചന്നവും. മക്കളും മരുമക്കളും കൊച്ചുമക്കളും അടങ്ങുന്ന 4 തലമുറകൾക്കൊപ്പം ദമ്പതികൾ 70ാം വിവാഹ വാർഷികം ആഘോഷിച്ചു. മക്കളും മരുമക്കളും പേരക്കുട്ടികളും അവരുടെ കുട്ടികളുമായി ഒരു വലിയ കുടുംബത്തെ നയിക്കുന്ന ലോനപ്പന്റെയും കൊച്ചന്നത്തിന്റെയും 70ാം വിവാഹ വാർഷികമാണ് കുടുംബാംഗങ്ങൾ ആഘോഷമാക്കിയത്. മറ്റം നമ്പഴിക്കാട് ചിറമൽ അന്തോണി ഏലിയ ദമ്പതികളുടെ മകനായ ലോനപ്പൻ തന്റെ 22ാമത്തെ വയസ്സിലാണ് കോന്നൂർ മാളിയമ്മാവ് ലോനപ്പൻ മറിയം ദമ്പതികളുടെ മകളായ കൊച്ചന്നത്തെ 15ാമത്തെ വയസ്സിൽ വിവാഹം ചെയ്തത്. 1950-ൽ പറപ്പൂർ ഇടവക ദേവാലയത്തിൽ വച്ചായിരുന്നു തന്റെ സഹധർമ്മിണിയുടെ കഴുത്തിൽ ലോനപ്പൻ മിന്നു ചാർത്തിയത്. ഇരുവരുടെ സന്തോഷപൂർവമായ ജീവിതത്തിൽ ഇവർക്ക് 10 മക്കളെയാണ് ദൈവം സമ്മാനമായി നൽകിയത്. 5 ആൺമക്കളെയും 5 പെൺമക്കളെയും. പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിത സാഹചര്യത്തിനിടയിലും മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകി അവരെ ജീവിതത്തിന്റെ വഴിത്താരയിലേക്ക് കൈപിടിച്ചുയർത്താൻ ഇവർക്ക് കഴിഞ്ഞുവെന്നതാണ് ഇവർക്ക് ഏറെ സന്തോഷം നൽകുന്നത്. പെൺമക്കളിൽ 2 പേർ സന്യസ്ത ജീവിതം തെരഞ്ഞെടുത്തു. മൂത്ത മകളായ സിസ്റ്റർ ലിസാഷിയനും 7ാമത്തവൾ സിസ്റ്റർ അൻസ ജോണുമാണ് ദൈവവിളി സ്വീകരിച്ച് ദൈവത്തിന്റെ മണവാട്ടിമാരായി തീർന്നത്. വിവാഹ വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി മക്കളും മരുമക്കളും അടക്കം നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അർപ്പിക്കാൻ എത്തിയത്. ആഘോഷവേളയിലും 7 പതിറ്റാണ്ട് സന്തോഷത്തോടെ ജീവിച്ചതിന്റെ രഹസ്യവും ഇരുവരും വെളിപ്പെടുത്തി. എല്ലാവരും കൂടി വന്നിട്ടുണ്ട്, ഒരാളും തെറ്റിപ്പോയിട്ടില്ല. അപ്പൊ അതെന്നെ ഭാഗ്യം വേണ്ടിയിട്ട് ഞാൻ സന്തോഷിക്കുകയാണ്. ഇതുവരെ വല്ല വഴക്കും ഒന്നല്ല, എല്ലാ മക്കളും ആയിട്ട് സ്വരുമയായിട്ടും ഒക്കെ ജീവിച്ചിട്ടുണ്ട്. അതിങ്ങോട്ട് വന്നത് നമ്മളെ ഇങ്ങനെയൊന്നല്ല, പ്രകടമൊന്നുമില്ല. അന്ന് വരമ്പ് മാത്രമേ ഉള്ളൂ. അതാകാൻ റേഷൻ കടയിൽ അവിടെ നിന്നിട്ടെണ്ണം ഇങ്ങോട്ട് നടക്കുക. കല്യാണം കഴിഞ്ഞിട്ട് അന്ന് ഏറ്റവും ആദ്യം അവിടെ വിരുന്ന് കഴിക്കാതെ ഇവിടെയാണ് ഇരുന്ന് കഴിച്ചത്. അപ്പോൾ അവിടെ 2 കല്യാണം ആങ്ങളേരും കൂടി. അങ്ങനെ അത് കഴിഞ്ഞ് അങ്ങോട്ടും കൊണ്ടുപോയി. വിവാഹത്തിന്റെ 7 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും പറയത്തക്ക ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ലോനപ്പനും കൊച്ചന്നത്തിനുമില്ല. ഇത്രയും നാളത്തെ കുടുംബജീവിതം മനോഹരമായി നയിക്കുവാൻ സാധിച്ചത് ദൈവത്തിന്റെ അനുഗ്രഹം ഒന്ന് മാത്രമാണെന്നാണ് ഇരുവരും പറയുന്നത്. ഷെക്കേന ന്യൂസ് ബ്യൂറോ, തൃശൂർ.